ഹൈമാവതി കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിടുന്ന കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു കോയ കണ്ട ഇതിനൊരു പന്തലാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരു പന്തൽ ഒരു പന്തൽ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിപ്പോൾ ഇവിടെ 2 തൂണ് കുഴിച്ചിടണം. അതിൽ ഇപ്പോൾ ഇവിടെ 2 തൂണ് കുഴിച്ചിടണം. ആ തൂണൊന്ന് കുഴിച്ചിട്ടെ, 2 തൂണ് വേണം. അത് അപ്പുറം വെച്ച് കെട്ടാതാക്കി കയറിൻ്റെ മേലുണ്ട്. ഇതാ 2 തൂണ് കുഴിച്ചിട്ടെ. ഇവിടെ ഒന്ന് കുഴിച്ചിടണം. ഒന്നുകൂടെ ഇവിടെയും കൂടി കുഴിച്ചിടാം. ഒരു തൂണും കൂടി കുഴിച്ചിട്ടേ. ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഈ വലയാണ് ഇടുന്നത്. ഈ വല പന്തലിനാണ് കാര്യം. വേണ്ട, ഈ വലയിടാനാണ്. ഇപ്പോൾ നിർത്തിട്ട് ഇടണം. ഇപ്പോൾ ഇങ്ങനെ ഇത് കെട്ടിയിട്ട് വേണം ഇടാൻ. ഇത് ആ തൂണ് ഉറപ്പിച്ചിട്ട് ആ തൂണിന് വെച്ച് കെട്ടണം. ഇപ്പോൾ പന്തൽ വല ഇടുക. അതിന് കുഴക്കൊക്കെ പന്തൽ കെട്ടുക. വേണ്ടില്ലേ? ഇനിയിപ്പോൾ ഇതിലേക്കൂടി ഇങ്ങനെ ഇത് മടഞ്ഞിട്ട് കെട്ടണം. ഇപ്പോൾ ഇതിങ്ങനെ മടഞ്ഞ് ഈ കയറി ഇങ്ങനെ ഇതിൽ മടഞ്ഞിട്ട് വേണം അങ്ങനെ ഉരുളികൾ കൊണ്ടുപോയി കെട്ടണിട്ട്. ഇതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് വേണ്ടില്ലേ? ഇതിപ്പോൾ ഇങ്ങനെ മടഞ്ഞിട്ട് ഇതിപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടുക. ഇങ്ങനെ കെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് ഇത് കാണില്ലേ? ഇതേപോലെ കെട്ടുക. ഇതുപോലെ കൊണ്ട് കെട്ടുക, കയറിയിട്ട് കെട്ടുക.
മുറിഞ്ഞു പോവോ? ഇതെല്ലാം മുറിഞ്ഞു പോയി. അതിന് പണിയാവില്ല. ഇതിപ്പോൾ ഞാനിവിടെ വല ഇവിടെ വലയിട്ട് ഇതേപോലെ വല ഇട്ടു, അപ്പുറത്തെ ഭാഗം തൂണ് കുഴിച്ചിട്ടു. അതിന് ശേഷം ഈ വല കെട്ടി. ഇനിയിപ്പോൾ ഈ വല ഇങ്ങനെ അങ്ങോളം കെട്ടണം. ഇതിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഈ വല വലിച്ച് കെട്ടണം. പിന്നെ അപ്പുറത്തെ ഈ കയറിട്ടിട്ട് ഇങ്ങനെ കുടുക്കണം. ഇങ്ങനെ കയറിട്ട് കുടുക്കിയിട്ട് ഈ വല ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ കെട്ടണം. ഇങ്ങനെ കുടുക്കി കെട്ടണം. ഇങ്ങനെ വേണ്ടില്ലേ? ഇതേപോലെ കുടുക്കിയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വലിച്ച് കെട്ടണം. ഇതിങ്ങനെ വലിച്ച് കുടുക്കി കെട്ടുക. ഇത് കണ്ടില്ലേ? ഇതുപോലെ ഇങ്ങനെ എല്ലാം വലിച്ച് ഇങ്ങനെ കുടുക്കി കെട്ടുക. ഇതാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ കണ്ടില്ലേ? ഇതുപോലെ വലിച്ചിട്ട് ഇതിനെ കുടുക്കി കെട്ടിയാൽ ഇത് നല്ലൊരു വലിയ ഇത് കോയൊക്കെ പടന്ന് കയറാൻ വേണ്ടി ഇത് 2-3 കൊല്ലത്തേക്ക് പറ്റും. ഇത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിവിടെ നിൽക്കുള്ളൂ. ഇത് ഇടാനും വലി ഇടാനും പണിയുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. 2-3 കൊല്ലത്തേക്ക് വിഷമമില്ലാണ്ട് പോകും. ഇത് ഇടാൻ പണിയാണ്. എന്താ വെച്ചാൽ ഇതെല്ലാം കുടുക്കി വലിച്ച് നിർത്തി ആക്കി വെക്കണമെങ്കിൽ പണിയുണ്ട്. ഇതിപ്പം ഇങ്ങനെ അങ്ങോളിങ്ങനെ കുടുക്കി വെക്കുക. ആണല്ലേ? ഒരു കയറിട്ടിട്ട് ഇങ്ങനെ ഒരു കയറിട്ടിട്ട് കുടുക്കിയാലും മതി. ഇങ്ങനെ കയറിട്ടിട്ട് ഇങ്ങനെ കുടുക്കി കൊണ്ടുപോയാൽ മതി. എന്നാൽ വിഷമമില്ലാണ്ടങ്ങ് പോകും. അല്ലല്ലേ? ഇതേപോലെ ഇങ്ങനെ കുടുക്കി ഇങ്ങനെ കൊണ്ടുപോയിക്കുക. ഇങ്ങനെ ആണെന്നില്ലേ? ഇതേപോലെ മടഞ്ഞിട്ട് എടുക്കണം. എന്നിട്ട് ഇങ്ങനെ പന്തൽ ഇങ്ങനെ ആക്കണം. ഇങ്ങനെ എടുക്കണ്ട. ഇങ്ങനെ കെട്ടിയിട്ട് വേണം ഇതൊരു പന്തലാക്കിയിട്ട് കോയക്ക് പന്തലാകണ്ടിക്കില്ല. ഇപ്പോൾ പണി വരുത്തുന്നുണ്ട്. തൽക്കാലം കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. കുറച്ച് സ്ഥലം ഇങ്ങനെ നമ്മൾ കാണിച്ചു തരാം. മറ്റ് കാണിക്കാണ്ടത് ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് ഞാൻ തേച്ച് കെട്ടുന്നില്ല. തൽക്കാലം കെട്ടുന്നത് കുറച്ച് കാണിക്കാം. ബാക്കി ഞാൻ പിന്നെ കെട്ടിക്കോളും. ഇങ്ങനെയാണ് പന്തൽ കെട്ടുന്നത്. ഇത് കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഇതാണ്. പടരാനും നല്ല സുഖമാണ്. നമുക്ക് പരിക്കാനും എല്ലാം നല്ല സുഖമാണ്. ഇത് പന്തൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം വലിച്ച് നല്ല ശരിക്കും 4 പുറത്തൊന്നും വലിച്ച് ഉറപ്പിച്ച് പൊന്തിച്ച് കെട്ടണം. കയറും വേണം, തുന്നും വേണം, പടകും വേണം, എല്ലാം വേണം. ഇപ്പം ഇങ്ങനെ കെട്ടിയിട്ട് ഞാൻ കാണുന്നില്ല. ഇതേപോലെ കെട്ടുക. ഇതുപോലെ ചുരച്ച് കൊണ്ടുപോകണം. ഇങ്ങനെ കെട്ടിയിട്ട് വേണം പന്തലാക്കേണ്ടിക്ക്. കാണുന്നില്ല? ഇപ്പം ഈ ഭാഗത്ത് ഇങ്ങനെ ആയി വരുന്നുണ്ട്. അതേപോലെ ഈ 4 ഭാഗവും ഇതേപോലെ ചെയ്യണം. 4 ഭാഗത്ത് ഇതേപോലെ ചെയ്തിട്ട് വേണം പന്തലാവാൻ. ഇത് എന്നാൽ നല്ല ഇഷ്ടം പോലെ 2-3-4 കൊല്ലത്തേക്കെല്ലാം ഈ വല പറ്റും. നമുക്കിപ്പം ഇത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ 3-4 കൊല്ലത്തേക്കൊന്നും ചിന്തിക്കണ്ട. വേഗം അറ്റു പോകുന്നില്ല. പിന്നെ നമുക്ക് കഴിച്ച് വെക്കണം എന്നുണ്ടെങ്കിലേ വിഷമില്ല. കഴിക്കാണ്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിറ്റത്തെ കൊല്ലം ആദ്യം വലിച്ച് ഇതേപോലെ തന്നെ നമ്മൾ വലിച്ച് കെട്ടിയാൽ മതി. ഇതൊന്നും വേണ്ട. ഇതുപോലെ മടയണം കയറിട്ടിട്ട്. അരുവിലെ ഭാഗം ഇങ്ങനെ പൊതിച്ച് മടഞ്ഞ് കെട്ടിയാൽ നല്ല ലെവലായി കിട്ടും. നല്ല ലെവലിൽ വരണം. ഇങ്ങനെ വേണമെന്നില്ലേ? ഇതേപോലെ കെട്ടണം. ഇത് പന്തലിട്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പന്തൽ നിറയെ പടന്നാൽ നമുക്ക് ഇഷ്ടം പോലെ കോയക്ക വരയ്ക്കാൻ കഴിയും. പടന്ന് കിട്ടിയാൽ ഒരു കോയത്താണ്ടേ ഉള്ളൂ. പക്ഷെ അത് മതി. അതിപ്പോൾ ഇങ്ങോട്ട് പരന്ന് ബാക്കി വരുന്ന സ്ഥലത്തിൽ പോയിക്കോളൂ. ഈ ലോകത്തെ ചോത്തിക്കോളൂ. ഇങ്ങനെ അരു ഇങ്ങനെ നമ്മൾ മടഞ്ഞ് കെട്ടും പോലെ കെട്ടണം. ഇത് കണ്ടില്ലേ? ഇതുപോലെ കെട്ടുക. ഇതേപോലെ കെട്ടിയിട്ട് പന്തലിലേക്ക് കയറ്റി കൊടുക്കുക. എന്നാലെന്തുകൊണ്ട് വെച്ചാൽ വേഗം അവരവരെ പണിയെടുത്തു. നമ്മൾ നമ്മളെ പണിയെടുക്കുക. എന്നാൽ അവരവരെ പണിയെടുത്തു.
കണ്ടില്ലേ, കണ്ടില്ലേ പന്തലിൻ്റെ ഇത് ഇതേപോലെ 4 പുറം കെട്ടി കൊടുക്കണം. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാ ഇനിയിപ്പോൾ ഈ കൊള്ളി കുത്തിയിട്ട് ഇതിൻ്റെ മേലെ കയറ്റി കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ഇതെന്ന് വെച്ചാൽ ഇതിനിപ്പോൾ ഈ കൊള്ളി കുത്തിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പരത്തി കൊടുക്കണം. ഇത് കണ്ടില്ലേ, ഇത് നടുക്ക് വെച്ച് ഇതിൻ്റെ മേലേക്ക് കെട്ടി ഈ പന്തലിൻ്റെ മേലേക്ക് നമ്മളിത് പരത്തി കൊടുക്കാം. ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ വേഗം ഒറ്റ ആഴ്ച കൊണ്ട് പന്തൽ വേഗം നിറഞ്ഞ് കാണും. ഒരു കയറ് കെട്ടിയാലും മതി, അതിനൊരു കയറ് കെട്ടി കൊടുത്താൽ മതി. എന്നാൽ അതിൻ്റെ മേലെ കൂടെ അങ്ങ് പോയിക്കോളും. അതില്ലേ, ഞാനിപ്പോൾ ഇവിടെ ഒരു കയറ് കെട്ടി കൊടുക്കാൻ പോകുന്നു. ഇതിൻ്റെ മേലെ കൂടി ഒരു കയറ് കെട്ടി കൊടുക്കേ. അതില്ലേ, ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒരു കയറ് കെട്ടി ഇങ്ങനെ ഒരു കയറ് കെട്ടി കൊടുത്താൽ ഈ പന്തലിൻ്റെ മേലെ കൂടി ഒന്ന് പടന്നു കൊടുക്കും. കണ്ടില്ല, ഇതിങ്ങനെ ഇങ്ങനെ ഇഷ്ടംപോലെ അങ്ങ് തേരി പന്തലിൻ്റെ മേലെ തേരി അങ്ങ് വേഗം പോയിട്ട് ഇനിയിപ്പോൾ എന്താ കൊണ്ട് വെച്ചാൽ ഇനി അപ്പുറത്തെ ഭാഗത്ത് അവിടെ വെച്ച് കെട്ടാനുണ്ട്. അതും കൂടി ഒന്ന് കെട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഭാഗം കെട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. തേച്ച് പെട്ടുന്നവരെ കാണിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഒരു കൂടി ഒന്ന് കാണിക്കട്ടെ. തൊട്ടട്ടെ. ഇപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇതുപോലെ മറ്റേ ഭാഗവും കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പന്തലായി. കണ്ടില്ലേ, നമ്മൾ പന്തലിൻ്റെ ഭാഗം ആയില്ലേ. ഇനിയിപ്പോൾ ഈ പന്തൽ ആകുമ്പോഴേക്ക് ഞാനത് കെട്ടിക്കൊടുക്കും. ഇതിപ്പോൾ ഇത്തിരി നിങ്ങളെ കാണിക്കുന്നില്ല, ഇനി ബാക്കി ഞാൻ പിന്നെ ചെയ്തോളും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടോ പന്തൽ കെട്ടിയിട്ടുണ്ടോ? ഇതാ കണ്ട, ഈ ഭാഗം കെട്ടിയിട്ടുണ്ടോ? ഇതേപോലെയാണ് ഇനിയിപ്പോൾ കെട്ടേണ്ടത്. കണ്ടാ, ഇതുപോലെ അങ്ങോളം കെട്ടണം. കണ്ടാ, ഇതുപോലെ കെട്ടണം. ഇതുപോലെ അങ്ങോളം കെട്ടി ഇപ്പുറത്തെ ഭാഗം കെട്ടണം. അതേപോലെ എന്നാലേ പന്തലാവില്ല. നമ്മളിപ്പോൾ പന്തലെന്ന് പറഞ്ഞ് ഇത് കണ്ടത് പോലെ ഈ ഭാഗം അതേപോലെ തന്നെ ഈ കയറ് കെട്ടിയ പോലെ അങ്ങേ തലക്കോളം കെട്ടണം. കണ്ടില്ലേ, ഈ കയറ് കെട്ടിയ പോലെ അങ്ങേ തലക്കോളം കെട്ടിയിട്ട് പന്തൽ വലിച്ച് കെട്ടിയാൽ നല്ല പന്തലായി, നല്ല വലിച്ച് മുറുക്കി ആക്കിയാൽ. ഇത് ഇത്രയും മതി. ഞാൻ ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ. നാളെ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരുന്നവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും.